മലബാർ മേഖലയിലെ മെക്സവൻ കൂട്ടായ്മയുടെ ദുരൂഹത വർദ്ധിക്കുന്നു. നിരോധിത ഭീകരവാദ സംഘടനകളുടെ പ്രാരംഭ പ്രവർത്തനത്തിന് സമാനമായ രീതിയിലാണ് മെക്സവന്റെ പ്രവർത്തനമെന്നാണ് ഉയരുന്ന ആരോപണം. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതോടെ ഈ കൂട്ടായ്മയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നടക്കം നിരവധി പേർ കൊഴിഞ്ഞു പോവുകയാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിയുന്നില്ല. മാത്രവുമല്ല, ഇതിന് പിന്നിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്ന് CPM-ന്റെ വാദം തന്നെ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയപ്പോൾ ഇതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അടക്കമുള്ളവർ കൊഴിഞ്ഞു പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? ഈ വിവാദങ്ങളിൽ നിന്നും തലയൂരി അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മലക്കമറിഞ്ഞ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ അതിങ്ങനെ കൃത്യമായി തന്നെ നിലനിൽച്ച് നിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മെക്സവനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഈ പോപ്പുലർ ഫ്രണ്ടുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം ഈ സംഘടനയ്ക്ക് ഉണ്ട്. അതിന്റെ മുൻ പ്രവർത്തകർ തന്നെ പുതിയ രൂപത്തിലേക്ക്, പുതിയ ആശയത്തിലേക്ക്, പുതിയ ആളുകളെ കൃത്യമായി തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വ്യാപക ശ്രമത്തിന്റെ ഭാഗമായാണ് മെക്സവൻ രൂപം നൽകിയതെന്നായിരുന്നു ഈ ഒരു വലിയ ആരോപണം ഉണ്ടായിരുന്നത്. ആ ആരോപണത്തിന് ശരിവെക്കുന്ന തെളിവുകൾ, അതായത് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ തുടക്കത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ LDF-ന്റെ തുടക്കത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയുമായി തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു വലിയ ആരോപണങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ ദുരൂഹത വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഒരുപാട് ആളുകൾ മെക്സവൻ വ്യായാമത്തിനായി ഈ ഒരു സംഘടനയെ ആശ്രയിച്ച ഒരുപാട് ആളുകൾ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണ്. അവർ കൂട്ടത്തോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക്, സംഘടനയുടെ പ്രവർത്തനത്തിന്റെ പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുന്നു. ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായവർ, ഇവരുടെ പ്രവർത്തന ശൈലി, ഏതൊക്കെ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, ഈ ഗ്രൂപ്പുകളിൽ അംഗമായവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ മുൻ രാഷ്ട്രീയ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി ഇവർക്ക് പങ്കുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് സമഗ്രമായി തന്നെ പരിശോധിക്കുകയാണ്. ഏറെ ഗൗരവത്തോടെ തന്നെയാണ് ഈ കേസിനെ ദേശീയ അന്വേഷണ ഏജൻസികൾ കാണുന്നത്. എന്തായാലും അവരുടെ വിവരശേഖരണവും അന്വേഷണവും ഒക്കെ തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ നടക്കുക തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും. ദേവിക.